ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ തിയേറ്റർ റിലീസ്, അതുപോലെ തന്നെ OTT റിലീസ്, പിന്നെ യൂട്യൂബ് റിലീസ് എന്നിങ്ങനെ മലയാള സിനിമയുടെ ഭാഗമായി 21 എണ്ണമാണ് പുറത്തിറങ്ങിയത്. അങ്ങനെ പുറത്തിറങ്ങിയ സിനിമകളിൽ 6 എണ്ണം ഡയറക്റ്റ് OTT റിലീസും 1 എണ്ണം ഡയറക്റ്റ് യൂട്യൂബ് റിലീസുമാണ്. ഒരു റിലീസ് ഉൾപ്പെടെ 14 സിനിമകളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നിട്ടുള്ളത്. ജനുവരി മാസത്തിലെ ആദ്യ തിയേറ്റർ റിലീസ് നടന്നത് ജനുവരി 9 വെള്ളിയാഴ്ചയാണ്. പ്രവീൺ രാജ് പൂക്കാടൻ സംവിധാനം ചെയ്ത വെള്ളേപ്പം എന്ന സിനിമയാണ് തിയേറ്ററിലെത്തിയത്. ചിത്രത്തിൽ ഷൈം ടോം ജാക്ക, നൂറിൻ ഷെരീഫ്, അക്ഷയ് രാധാകൃഷ്ണൻ, റോമ അസ്രാണി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമയ്ക്ക് ഏകദേശം 35ഓളം സ്ക്രീനുകൾ മാത്രമാണ് കേരളത്തിൽ കിട്ടിയിരുന്നത്. ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് വാഷൌട്ടായ ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ജനുവരി 10 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പെണ്ണ് കേസ്. നിഖില വിമൽ നായികയായി ഫെബിൻ സിത്താർത്ത് തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അബിൻ ബിനോ, ഇർഷാദ്, രഞ്ജി കാൻകോൾ എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. എബോ ആവറേജ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയ്ക്ക് കേരളത്തിൽ 2 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വേൾഡ് കളക്ഷൻ 2,55,00,000 രൂപയുമാണ്. എന്നാൽ 6 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ജനുവരി 16 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കണിമംഗലം കോവിലകം. രാജേഷ് മോഹൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അജ്മൽ ഖാൻ, അബി കൃഷി, ശരത് സഭ, കോട്ടയം രമേശ്, മുഹമ്മദ് റാഫി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. 2,20,00,000 ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിരിക്കുന്നത് 38,00,000 രൂപ മാത്രമാണ്. പുഷ്പാങ്കദന്റെ 1-ാം സ്വയംവരം എന്ന സിനിമയും ജനുവരി 16 തിയേറ്ററിലെത്തിയിരുന്നു. സുരേന്ദ്രൻ പയ്യാനയ്ക്കൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഉണ്ണിരാജ, നിമിഷ ബിജോ, ജിനീഷ് ഗോവിന്ദ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ലിമിറ്റഡ് സ്ക്രീനിൽ മാത്രം തിയേറ്ററിലെത്തിയ ഈ സിനിമയുടെ കളക്ഷൻ വിവരം ലഭ്യമായിട്ടില്ല. ജനുവരി 16 തിയേറ്ററിലെത്തിയ 3-ാമത്തെ മലയാള സിനിമയാണ് രുദ്ര. സജീവ് കിള്ളിക്കുളം സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സജീവ് കിള്ളിക്കുളം, നിഷി ഗോവിന്ദ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. 2,85,000 രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. ജനുവരി 16 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ 4-ാമത്തെ മലയാള സിനിമയാണ് ഒരു വയനാടൻ പ്രണയകഥ. ഇലിയാസ് മുടങ്ങശ്ശേരിയാണ് ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ജസ്സു ജാന്റണി, ഷൈജാൻ ശ്രീവത്സം, അക്ഷയ സുരേഷ്, ജൂഹി ജയകുമാർ എന്നിങ്ങനെ പുതുമുഖ താരങ്ങളാണ് അണിനിരന്നിട്ടുള്ളത്. ഈ സിനിമയ്ക്കും ലിമിറ്റഡ് സ്ക്രീൻ മാത്രമാണ് കിട്ടിയിരുന്നത്. ഈ സിനിമയുടെയും കളക്ഷൻ വിവരം ലഭ്യമല്ല. മോഹൻലാൽ നായകനായി ജോഷി സംവിധാനം ചെയ്ത് 2012 തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് റൺ ബേബി റൺ. അമല പോൾ, ബിജു മേനോൻ, സായി കുമാർ, സിദ്ദീഖ്, വിജയരാഘവൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 4K റീമാസ്റ്റർ പതിപ്പായി ജനുവരി 16 വെള്ളിയാഴ്ച വീണ്ടും തിയേറ്ററിലെത്തിയിരുന്നു. എന്നാൽ മോഹൻലാലിന്റെ റിലീസായി തിയേറ്ററിലെത്തിയ മറ്റ് സിനിമകളെ പോലെ റൺ ബേബി റണ്ണിന് വിജയിക്കാനായിട്ടില്ല. ഈ സിനിമ കേരളത്തിൽ 11,00,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് ജനുവരി 22 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ചത്താപ്പച്ച എന്ന സിനിമയ്ക്ക് മികച്ച അഭിപ്രായം നേടിയെടുത്ത് നല്ല കളക്ഷനുമായി മുന്നോട്ട് പോകാനാകുന്നുണ്ട്. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ നായർ, ഇഷാൻ ഷൗക്കത്ത് എന്നിവരോടൊപ്പം മലയാളത്തിന്റെ മഹാതാരം മമ്മൂട്ടി ക്യാമിയോ റോളിലും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. 12 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 18 ദിവസം കൊണ്ട് കേരളത്തിൽ 17,30,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ 2026 ആദ്യ വിജയ് സിനിമ കൂടിയായി മാറി ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കി കഴിഞ്ഞ ഈ സിനിമ വേൾഡ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 36 കോടി റേഞ്ചിലുമാണ്. നാദൃശ സംവിധാനം ചെയ്ത മാജിക് മഷ്റൂം എന്ന സിനിമ ജനുവരി 23 തിയേറ്ററിലെത്തിയത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അക്ഷയ ഉദയകുമാർ, മീനാക്ഷി ദിനേശ്, പൂജ മോഹൻരാജ്, സിദ്ധാർത്ഥ ഭരതൻ, ഹരിശ്രീ അശോകൻ, ജാഫർ ഇടുക്കി, ജോണി ആന്റണി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് കുറച്ചുകൂടി ഹൈപ്പും പ്രമോഷനും വേണ്ടിയിരുന്നു എന്നുള്ള അഭിപ്രായമാണ് പൊതുവെ വന്നിട്ടുള്ളത്. സിനിമ കേരളത്തിൽ 1,08,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് കളക്ഷൻ 1,30,00,000 റേഞ്ചിലുമാണ്. ഈ സിനിമയും സാമ്പത്തികമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. നിവിൻ പോളിയുടെ സർവമായ എന്ന ബ്ലോക്ക് ബസ്റ്റർ വിജയ ചിത്രത്തിന് ശേഷം ബേബി ഗേൾ എന്ന സിനിമ തിയേറ്ററിലെത്തിയത് ജനുവരി 23 അരുൺ വർമ്മ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ലിജോ മോൾ ജോസ്, സംഗീത് പ്രതാപ്, അതിഥി രവി, അഭിമന്യു തിലകൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. മാജിക് ഫ്രെയിംസിന്റെ മറൽ ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് വിജയിക്കാനായില്ല. കേരളത്തിൽ 15 ദിവസം കൊണ്ട് 4,20,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് കളക്ഷനായി 6 കോടി റേഞ്ചിൽ മാത്രമേ നേടിയെടുത്തിട്ടുള്ളൂ. സ്റ്റാലിൻ അലക്സാണ്ടർ, അക്ബർ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത പഴുത് എന്ന സിനിമ ജനുവരി 23 തിയേറ്ററിലെത്തിയിരുന്നു. രഞ്ജൻ കൃഷ്ണ, ഐശ്വര്യ സുഭാഷ്, നിൻസി സേവ്യർ, സ്റ്റാലിൻ അലക്സാണ്ടർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ കേരള കളക്ഷനായി 6,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. ജനുവരി മാസത്തിന്റെ അവസാനം, അതായത് ജനുവരി 30 3 സിനിമകൾ തിയേറ്ററിലെത്തിയിരുന്നു. സുദർശനൻ സംവിധാനം ചെയ്ത ക്രിസ്റ്റിന എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. സുധീർ കരമന, ആര്യ ബാബു, സുനീഷ് കെ ജാൻ, കലാഭവൻ നന്ദന എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയും യാതൊരുവിധ ചലനവും സൃഷ്ടിക്കാതെ തിയേറ്ററിൽ നിന്ന് വാഷൌട്ടാവുകയായിരുന്നു. ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത് ജനുവരി 30 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ചിത്രത്തിൽ ബിജു മേനോൻ, ജോജു ജോർജ്, ലെന ലിയോണ ലിഷോയി, ഷാജു ശ്രീധർ, നിരഞ്ജന അനൂപ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 10 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 5,50,00,000 രൂപയാണ്. സിനിമയുടെ 10 ദിവസത്തെ വേൾഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7,50,00,000 റേഞ്ചിലുമാണ്. 5 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് നിലവിൽ വിജയം വരിക്കാനായിട്ടില്ല. ജനുവരി 30 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച കളക്ഷനുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു മലയാള സിനിമയാണ് പ്രകമ്പനം. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ ഗണപതി, സാഗർ സൂര്യ, അല്ലമീൻ, മല്ലിക സുകുമാരൻ, രാജേഷ് മാധവൻ, ശീതൾ ജോസഫ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 10 ദിവസം കൊണ്ട് കേരളത്തിൽ 8,60,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 10 ദിവസത്തെ വേൾഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 12 കോടി റേഞ്ചിലുമാണ്. 6.5-7 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക്
അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ജനുവരി മാസത്തിൽ ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത സിനിമകളിലേക്ക് വന്നാൽ ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത അപ്പുറം എന്ന സിനിമയായിരുന്നു ആദ്യ റിലീസ്. ജഗദീഷ്, അനഘ, മായ രവി, മിനി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ മനോരമ മാക്സ് വഴിയാണ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. അനീഷ് ബാബു, അബ്ബാസ്, ബിനോയ് ജോർജ് എന്നിങ്ങനെ 3 പേർ ചേർന്ന് സംവിധാനം ചെയ്ത പൂവ് എന്ന സിനിമ ജനുവരി 3 മനോരമ മാക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മഞ്ജുളൻ കെബി, KPS ലീല, ശ്രുതി വിപിൻ, മീനാക്ഷി അനൂപ്, ശാന്തി റാവു എന്നിങ്ങനെയാണ് താരങ്ങൾ. ജനുവരി 15 OTT റിലീസ് ചെയ്ത സിനിമയാണ് രണ്ടാം മുഖം. മണികണ്ഠൻ ആചാരി, മറീന മിഖയേൽ കുരിശിങ്കൽ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ക്ഷണജിത്ത് വിജയനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. മനോരമ മാക്സ് വഴിയാണ് ഈ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. മണികണ്ഠൻ ആചാരി കേന്ദ്ര കഥാപാത്രമായി ജോസ് തോമസ് സംവിധാനം ചെയ്ത സൂചന എന്ന സിനിമ സി സ്പേസ് OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ജനുവരി 28 സൺ നെക്സ്റ്റ് വഴി OTT റിലീസ് പൂർണ്ണമാക്കിയ സിനിമയാണ് ശേഷിപ്പ്. ശ്രീജിത്ത്, S കുമാർ, ക്രിട്ടോ വിൻസെന്റ് എന്നിവരാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. മീനാക്ഷി ജയൻ, റാഷിദ് റഹ്മാൻ എന്നിവരാണ് പ്രധാന താരങ്ങൾ. ഡോക്ടർ ശ്രീചിത്ര പ്രദീപ് സംവിധാനം ചെയ്ത ഞാൻ കർണൻ 2 എന്ന സിനിമ യൂട്യൂബ് ചാനൽ വഴിയാണ് റിലീസ് ചെയ്തത്. ശ്രീചിത്ര പ്രദീപ്, മുരളി കാക്കനാട്, രമ്യ രാജേഷ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. അങ്ങനെ തിയേറ്റർ റിലീസായി എത്തിച്ചേർന്ന 14 സിനിമകളിൽ 2 സിനിമകൾ ഒഴികെ ബാക്കി 12 സിനിമകളും നിലവിൽ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചത്താപ്പച്ച ക്ലീൻ ഹിറ്റ് വിജയം നേടിയെടുത്തപ്പോൾ പ്രകമ്പനം ഹിറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. എന്തായാലും ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.